So it's okay. ഇപ്പോൾ മാസ്റ്ററിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആൻഡ് വെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ രണ്ടാമത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ ഒരു ബേസിക് എക്സാമ്പിൾ പ്രോബ്ലത്തിലൂടെ നമുക്ക് കംപ്ലീറ്റ് കൺസെപ്റ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 3 റൂൾസ് വെച്ചിട്ട് നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇവിടെയാണ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഒരു കാന്റിലിവർ ബീമാണ്. നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാന്റിലിവർ ബീമിൽ എല്ലാ ടൈപ്പ് ലോഡിംഗ് കണ്ടീഷനും വരുന്ന ഒരു പ്രോബ്ലം, അതുപോലെ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ എല്ലാ ടൈപ്പ് ലോഡിംഗ് കണ്ടീഷനും വരുന്ന ഒരു പ്രോബ്ലം. ഓക്കെ, സോ ഇവിടെ നമ്മുടെ മുന്നിലുള്ളത് ഒരു കാന്റിലിവർ ബീമാണ്. കാന്റിലിവർ ബീമിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, പോയിന്റ് ലോഡ് ഉണ്ട്, യൂണിഫോംലി വാരിയിങ് ലോഡും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടീഷൻ എങ്കിൽ ഒരു പ്രോബ്ലം നമുക്ക് എങ്ങനെ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, സോ വിൽ ഡയറക്റ്റ്ലി സ്റ്റാർട്ട് വിത്ത് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, സോ SFD വെച്ചിട്ട് തുടങ്ങാം. റൈറ്റ്, സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കാണുമ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അതിൻ്റെ ഓരോ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നത് അത് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എല്ലാ ലോഡിംഗ് പോയിന്റ്സും കറക്റ്റായിട്ട് നെയിം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, 2 എൻഡ് പോയിന്റ്സ് A, B എന്ന് നെയിം ചെയ്തു. അതിനുശേഷം ലോഡ് വരുന്ന പോയിന്റ്സ് ഒക്കെ C, D, E, F റെസ്പെക്റ്റീവ്ലി മാർക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആൻഡ് ദെൻ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഏത് കേസ് ആയാലും, അതിപ്പോൾ കാന്റിലിവർ ബീം ആയാലും അല്ലെങ്കിൽ സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെക്ഷൻ ബൈ സെക്ഷൻ അനലൈസ് ചെയ്യണം. ഓക്കെ, അതുപോലെ നമ്മളിവിടെ അനലൈസിസ് തുടങ്ങുന്നത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. ഓക്കെ, റൈറ്റ് ടു ലെഫ്റ്റ് ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ അനാലിസിസ് തുടങ്ങുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് സെക്ഷൻ ബൈ സെക്ഷൻ. ഓക്കെ, ആദ്യം നമുക്ക് FB എന്ന് പറഞ്ഞ സെക്ഷൻ അനലൈസ് ചെയ്യാം, പിന്നെ EF എന്നുള്ള സെക്ഷൻ, പിന്നെ DE എന്നുള്ള സെക്ഷൻ, CD എന്നുള്ള സെക്ഷൻ, ഫൈനലി AC എന്ന് പറഞ്ഞ സെക്ഷൻ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് യുവർ സെക്ഷൻ FB. ഓക്കെ, ലാസ്റ്റ് സെക്ഷൻ FB എന്ന് തുടങ്ങാം. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് തന്നെ വിൽ ഫൈൻഡ് ഔട്ട് ദ ഷിയർ ഫോഴ്സ് അറ്റ് B. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് അറ്റ് B എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ വി ആർ ആക്ച്വലി കൺസിഡറിങ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നുള്ളതാണ് നോക്കും. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് UDL ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇതിൽ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇതുപോലുള്ള ഒരു ലോഡിനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഇവിടെ 2 kN/m എന്ന് വെച്ചാൽ ഒരു മീറ്ററിൽ ഇതിപ്പോൾ മൊത്തം 3 മീറ്റർ ആയിരുന്നു. ഒരു മീറ്ററിൽ 2 kN ആണ് ലോഡ് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഇസ് 2 kN/m. ഓക്കെ, ആൻഡ് നമ്മൾ ഇതിന്റെ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഏതൊരു പോയിന്റിലുള്ളയും ലോഡ് കാൽക്കുലേറ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2x ആണ്. ഓക്കെ, വേർ x ഇസ് ദ ഡിസ്റ്റൻസ്, അല്ലെ? എത്രയാണോ ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുന്നത് അത്രയും ഡിസ്റ്റൻസ് വരെ അത്രയും ലോഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ എൻ പോയിന്റ് B എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്ക് ഞാൻ ഇതിൽ എടുക്കുകയാണെങ്കിൽ യുവർ x വാല്യൂ വിൽ ബി 0, അല്ലെ? അവിടെ x ഡിസ്റ്റൻസ് ഇല്ല. റൈറ്റ്, ആ B എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ പോയിന്റ് there is no x ഡിസ്റ്റൻസ്. അതുകൊണ്ട് തന്നെ your shear force at B will be equal to 0. റൈറ്റ്, നേരെ കുറച്ച് ഒരു പോയിന്റ് ലോഡ് ആണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ പോയിന്റ് ലോഡ് നമുക്ക് അവിടെ കൺസിഡർ ചെയ്യണമായിരുന്നു. ഓക്കെ, so the shear force at B is actually equal to 0. Now shear force at the point F കാണാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന സെക്ഷൻ FB എന്ന് പറഞ്ഞ സെക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് സെക്ഷൻ ആണ്, ഞാൻ ഈ ഷെയ്ഡഡ് സെക്ഷൻ ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ അപ്പൊ ഈ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഷിയർ ഫോഴ്സ് അറ്റ് F എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി അപ് ടു ദ പോയിന്റ് F എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, F എന്നുള്ള പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, അപ് ടു ദ പോയിന്റ് F. കാരണം വി ആർ കൺസിഡറിങ് ദ സെക്ഷൻ FB. F തൊട്ട് B വരെയുള്ള സെക്ഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അത് വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ F-ൽ ആക്ട് ചെയ്യുന്ന ലോഡ് നമുക്കറിയാം. F-ൽ ഒരു 10 kN ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ 10 kN എഫക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നത് F-ന്റെ ബാക്ക് സൈഡിലേക്കാണ്, അല്ലെങ്കിൽ അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്നുള്ള റീജിയനിലേക്കാണ്. എന്ന് വെച്ചാൽ A to F, A മുതൽ F വരെയുള്ള റീജിയനിൽ 10 kN ലോഡിന്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. പക്ഷെ F എന്ന് റൈറ്റ് സൈഡിലേക്ക് അതിന്റെ എഫക്റ്റ് ഫീൽ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് F എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡിന് നമ്മൾ കൺസിഡർ ചെയ്യുക EF എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോൾ തൊട്ടാണ്. ഓക്കെ, അപ്പൊ അത് അടുത്ത സെക്ഷൻ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് F എടുക്കുമ്പോൾ എന്താണ്, അപ് ടു ദ പോയിന്റ് F we have the total UDL. Okay, therefore the total load is 2 into 3
2 into 3 which is equal to 6 kilonewton. Okay. അതോടെ ആ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു. റൈറ്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ പോർഷനിലേക്ക് പോവാം, which is your section EF. ഓക്കെ. സെക്ഷൻ EF ൽ വരുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ F കണ്ടു, പക്ഷെ EF എന്നുള്ള റീജിയനിൽ വരുമ്പോൾ വീണ്ടും നമ്മൾ ഷിയർ ഫോഴ്സ് അറ്റ് F കാണണം. Okay. And interestingly, at the point F, നമുക്ക് ഒരു 10 kilonewton force ഉണ്ട്. You have to consider that 10 kilonewton force at this point. Okay. So that is equal to 16 kilonewton. കാരണം ഈ F ൽ ആക്ട് ചെയ്യുന്ന ഈ പോയിന്റ് ലോഡിന്റെ എഫക്ട് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഫീൽ ചെയ്യും. ഓക്കെ. ഇത് വേറെ കൺസെപ്റ്റിലൂടെ ഞാൻ പറയാം. ഇത് വൺസ് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പെട്ടെന്ന് ഓർത്തിരിക്കേണ്ട ഒരു കൺസെപ്റ്റിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ. അഗൈൻ യുവർ ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ഇ. ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ഇ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ up to the point E, there is no load. Where additional load on the verilla, therefore it is nothing but 16 kilonewton. Okay. But നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ വിട്ടുപോയ ഒരു കാര്യം അതിന്റെ സൈൻ കൺവെൻഷൻ ആയിരുന്നു. നമുക്ക് നോക്കാം. ഇതെല്ലാ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന റൈറ്റ് ഡൗൺവേർഡ്സ് ഡയറക്ഷൻ ആണ്. റൈറ്റ് ഡൗൺവേർഡ്സ് നമുക്കറിയാം പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. ഓക്കെ. നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം, which is your section DE. Okay, next to section DE. Again, you have to consider the section shear force at E. Okay, so shear force at E എടുക്കുമ്പോൾ ഏതും സെയിം കൺസെപ്റ്റ് വരും. DE എന്നുള്ള സെക്ഷനാണ് ഞാൻ കൺസിഡർ ചെയ്തത്. അപ്പോൾ അറ്റ് ദ പോയിന്റ് E നമുക്കറിയാം ഇത് യൂണിഫോംലി വാരിയിങ് ലോഡാണ്. യൂണിഫോംലി വാരിയിങ് ലോഡ് 3 kilonewton per meter ആണ്. ഇത് ഓൾമോസ്റ്റ് ഇവിടെ പറഞ്ഞ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ കേസ് പറഞ്ഞ അതേ കൺസെപ്റ്റിന് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ഷിയർ ഫോഴ്സ് അറ്റ് UVLന്റെ ഒരു എഫക്റ്റും നമുക്ക് അറ്റ് ദ പോയിന്റ് ഇയിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അറ്റ് ദാറ്റ് പോയിന്റ് UVLന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഈക്വൽ ടു ഇറ്റ്സ് സീറോ അല്ലെ, അറ്റ് ദ പർട്ടിക്കുലർ പോയിന്റ് ആണ്. റൈറ്റ്. സോ ഷിയർ ഫോഴ്സ് അറ്റ് E എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് യുവർ പോസിറ്റീവ് 16 kilonewton. ഷിയർ ഫോഴ്സ് അറ്റ് D എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? 16 kilonewton മാത്രം പോരാ, എന്ത് വരും? ഈ എൻറ്റയർ UVLന്റെ ലോഡ് കൂടെ ഇവിടെ ഫീൽ ചെയ്യും. റൈറ്റ്. സോ യു ഹാവ് ടു കൺസിഡർ ദ ടോട്ടൽ ലോഡ്. അപ്പോൾ അതിന്റെ ടോട്ടൽ ലോഡ് യൂണിഫോംലി വാരിയിങ് ലോഡ് ആണെങ്കിൽ ഏരിയ എന്ന് അതിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ ആയിരിക്കും അവിടുത്തെ ടോട്ടൽ ലോഡ്, which is nothing but half B into H, which is equal to half 3 into 3. Okay, this is 4.5 ആണ്. So that is equal to 20.5 kilonewton is the shear force at the point D. Okay, so നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. Shear force for the section CD. Okay, again shear force at D. Okay, where അവിടെ additional point load ഒന്നും ആക്ട് ചെയ്യുന്നില്ല, therefore same load തന്നെയാണ് 20.5 kilonewton. Now shear force at C എടുക്കുമ്പോഴും സെയിം കൺസെപ്റ്റ് വരും. അപ് ടു ദ പോയിന്റ് C ആണ് എടുക്കുന്നത്, C കൺസിഡർ ചെയ്യുന്നില്ല. അപ് ടു ദ പോയിന്റ് C ആയതുകൊണ്ട് തന്നെ അത് 20.5 kilonewton. ഓക്കെ, ഇത് നമുക്ക് ലാസ്റ്റ് സെക്ഷൻ എടുക്കാം, സെക്ഷൻ AC. Okay, so last section എടുക്കാം. Again shear force at C. Shear force at C വീണ്ടും കൺസിഡർ ചെയ്യാം. ഈ ഒരു സെക്ഷൻ AC എന്ന് പറഞ്ഞ സെക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് you have to consider the shear force at the point C. കാരണം അതിന്റെ എഫക്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഫീൽ ചെയ്യും. Correct. So that is equal to 20.5 plus 10 which is equal to 30.5 kilonewton. Again your last point shear force at A, അതുവരെ വേറെ ലോഡ് ഒന്നുമില്ല. So that is equal to 13.5 kilonewton. Okay, ഇതാണ് ടോട്ടൽ വാല്യൂസ്. ഓക്കെ, ഇനി ഇത് മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെയുള്ള എല്ലാ ലോഡും ആഡ് ചെയ്ത് പോവാണ്. ഫോർ എക്സാമ്പിൾ ഒരാൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നു എന്ന് വിചാരിക്കും. ഓക്കെ, ആളിങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കുറച്ച് പൂഴി നിരത്തി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. പൂഴി അങ്ങ് യൂണിഫോം ആയിട്ട് പൂഴി അങ്ങ് ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ പോയിന്റ് ലോഡ് എന്നൊക്കെ പറയുന്നത് അവിടെ പിന്നെ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന എന്താ പറയാ, നമുക്ക് ഒരു അയൺ പില്ലർ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, 10 kilonewton ഓരോ പില്ലേഴ്സ് അവിടെ ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂണിഫോംലി വാരിയിങ് ലോഡ് എന്നാൽ ഇതേപോലെ തന്നെ സാൻഡിന്റെ ചാക്ക് അല്ലെ, സാൻഡ് നിറച്ച് വെച്ച ചാക്കിനെ ഈ ഒരു പാറ്റേണിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 3 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 1, അല്ലെങ്കിൽ ആ രീതിയിൽ ആ ഒരു പാറ്റേണിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിഫോംലി വാരിയിങ് ലോഡ് കിട്ടും. റൈറ്റ്. അപ്പൊ ഇങ്ങനെ ഈ ഒരാൾ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് വരണം. അങ്ങനെ ആള് നടന്നു വന്നിട്ട് ആള് ഫസ്റ്റ് പോയിന്റിലേക്ക് എത്തി. അവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റിൽ പുള്ളി എത്തി. അവിടെ എത്തിയിട്ട് പുള്ളി നോക്കിയപ്പോൾ
അപ്പോൾ പുള്ളിയോട് പറഞ്ഞാൽ ഓരോ പോയിന്റിലും ലോഡ് അറിയണം. അപ്പോൾ പുള്ളി അവിടെ എത്തി, അവിടെ നിന്നു, ആ പോയിന്റിൽ വേറെ ലോഡൊന്നും ഇല്ല, കാരണം പുഴി തുടങ്ങുകയാണ്. ഓക്കെ, ചാക്ക് തുടങ്ങുന്ന ഒരു പോയിന്റ് ആണ്, ചാക്ക് അവിടെ നിന്ന് തൊട്ടാ തുടങ്ങുക. റൈറ്റ്. നൗ ഇനി അദ്ദേഹം ആ ബി എന്നുള്ള പോയിന്റ് നിന്ന് എഫ് എന്നുള്ള പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യണം. ഓക്കെ, അങ്ങനെ ആള് എഫ് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തി. ഈ എഫ് എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? പുള്ളി ഇവിടെയുള്ള വെയിറ്റ് ഒക്കെ ക്യാരി ചെയ്യും. അപ്പോൾ ഒരു ചാക്കെടുത്തു, 2 ചാക്കെടുത്തു, 3 ചാക്കെടുത്തു, 4 ചാക്കെടുത്തു. അങ്ങനെ ആൾ ഇവിടെ എത്തുന്ന സമയത്ത് പുള്ളിയുടെ കയ്യിലുള്ള ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ എൻറ്റയർ UDL-ന്റെ വെയിറ്റ് ആയിരിക്കും, അല്ലെ? എൻറ്റയർ UDL എന്ന് പറഞ്ഞാൽ 6 കിലോ ന്യൂട്ടൺ ആയിരിക്കും ആൾ ഇവിടെ എത്തുമ്പോഴുള്ള വെയിറ്റ്. ഓക്കെ, അപ്പൊ എഫ് എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുന്നവരെ, അതാ ഞാൻ പറഞ്ഞ അപ് ടു ദ പോയിന്റ് എഫ്. ഓക്കെ, എഫ് എന്ന് പറഞ്ഞ പോയിന്റിൽ എത്തുമ്പോൾ ആളുടെ കയ്യിൽ ഉണ്ടാവുന്നത് ഈ 6 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ലോഡാണ്. 6 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ലോഡ്. ഓക്കെ, ഇനി എഫിൽ എത്തിയതിനു ശേഷം എന്ത് ചെയ്യും? ആള് ഈ അവിടെ ഒരു പില്ലർ ഉണ്ട്, 10 കിലോ ന്യൂട്ടൺ ആണ്, അതങ്ങ് പറിച്ചെടുത്തു. ഓക്കെ, എഫ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നതിന് ശേഷം ആള് അതിനെ പറിച്ചെടുത്തു. അപ്പൊ എന്തായി? അറ്റ് ദ പോയിന്റ് എഫ് അത് കൂടി പുള്ളിയുടെ കയ്യിൽ 16 കിലോ ന്യൂട്ടൺ ആയി. ഓക്കെ, ഇനി അവിടുന്ന് ആദ്യം വീണ്ടും ട്രാവൽ ചെയ്യാണ്, ഇ എന്ന് പറഞ്ഞ പോയിന്റ് വരെ ട്രാവൽ ചെയ്തു. അപ്പൊ ഇ എന്ന് പറഞ്ഞ പോയിന്റ് എത്തുമ്പോഴും എന്താണ്? അത്രയും ലോഡേ ഉള്ളൂ, 16 കിലോ ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി ഇനി ഇ എന്ന് ഡിയിലേക്ക് പോകണമെങ്കിൽ എന്താണ്? ഈ യൂണിഫോംലി വാരിയിങ് ലോഡിനെ മൊത്തം ആള് എടുക്കണം, ആ വെയിറ്റ് കംപ്ലീറ്റ് പുള്ളി ക്യാരി ചെയ്യണം. ഓക്കെ, അങ്ങനെ വീണ്ടും നടക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് ഈ ഒരു പീസ് എടുത്തു, നെക്സ്റ്റ് പീസ് എടുത്തു, നെക്സ്റ്റ് പീസ് എടുത്തു, നെക്സ്റ്റ് പീസ് എടുത്തു, നെക്സ്റ്റ് പീസ് എടുത്തു. അങ്ങനെ ഡി എന്ന് പറഞ്ഞ പോയിന്റിൽ ആളെത്തി. ആ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എത്തുമ്പോൾ എന്തായി? എൻറ്റയർ UVL-ന്റെ ലോഡ് കൂടെ ആളുടെ കയ്യിലായി. അപ്പൊ എന്തായി? അറ്റ് ദ പോയിന്റ് ഡി എത്തുമ്പോൾ 20.5 ആണ് കയ്യിലുള്ള ലോഡ്. ഓക്കെ, ഇനി ഡി പിന്നെ അവിടെ വേറെ ലോഡൊന്നുമില്ല, വീണ്ടും നടന്നു. അങ്ങനെ സി എത്തുമ്പോഴും എത്രയാണ്? 20.5 കിലോ ന്യൂട്ടൺ തന്നെയാണ്. പക്ഷെ സിയിൽ എത്തിയതിനു ശേഷം എന്തായി? ആള് വീണ്ടും ആ ലോഡ് അങ്ങ് എടുത്തു, ആ പില്ലറിന്റെ ലോഡ് എടുത്തു. അപ്പൊ എന്തായി? 30.5 കിലോ ന്യൂട്ടൺ. അപ് ടു എ ആ സെയിം ലോഡ് തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ലോജിക് എന്ന് വെച്ചാൽ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡ് വരെ ഉള്ള ലോഡ് അങ്ങ് ആഡ് ചെയ്ത് പോവുക. ഓരോ 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 മെയിൻ പോയിന്റ്സ് എത്തുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ സെക്ഷൻ ബൈ സെക്ഷൻ എടുത്തിട്ട് തന്നെ കൺസിഡർ ചെയ്യാനുള്ള കാര്യം കൂടെ പുറത്ത് വെക്കുക. ഇത്രേ ഉള്ളൂ ഷിയർ ഫോഴ്സ് ഡയഗ്രം. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഇങ്ങനെയാണെങ്കിൽ യുവർ ഷിയർ ഫോഴ്സ്, ഓക്കെ, സോ ഇങ്ങനെ ഇത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് അറ്റ് പോയിന്റ് ബി. ഓക്കെ, സോ അറ്റ് ദ പോയിന്റ് ബി 0 ആണ്. അറ്റ് ദ പോയിന്റ് എഫ് എത്രയാണ്? 6 കിലോ ന്യൂട്ടൺ ആണ്, 6 കിലോ ന്യൂട്ടൺ. പക്ഷെ നെക്സ്റ്റ് സെക്ഷൻ എടുത്ത സമയത്ത് ഇപ്പൊ എഫ് ബി എന്നുള്ള പറഞ്ഞ സെക്ഷനിൽ 6 കിലോ ന്യൂട്ടൺ ആയിരുന്നു. ഇ എഫ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്തപ്പോൾ സമയം എന്തായി? ഇത് 16 ആയി. ആൻഡ് അപ് ടു ഇ അത് 16 തന്നെയായിരുന്നു. ഇ എന്നുള്ള പോയിന്റ് നിന്ന് അടുത്ത സെക്ഷൻ എടുക്കുമ്പോൾ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എത്തുമ്പോൾ 20.5 ആയി. ഡി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് 20.5 ആയി. ഇനി അവിടുന്ന് സി വരെ, സി വരെ 20.5 തന്നെയാണ്. പക്ഷെ സിയിൽ ഒരു പോയിന്റ് ലോഡ് വന്നു, 30.5 ആയി. അതുവരെയും കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് ഔട്ടർ പാർട്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതിനെ ജോയിൻ ചെയ്യാം. ഇതിനെ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഓക്കെ ഓക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് കാന്റിലിവർ ബീമിന്റെ ഒക്കെ ഡയറക്റ്റ് വരച്ച് പോകുന്നേ ഉള്ളൂ. ഓക്കെ, അതിന്റെ ഷേപ്പ്. ഓക്കെ, ഞാൻ പറയാം. ഇവിടെ എഫ് ടു ബി എന്താണ്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് നമ്മൾ റൂൾസ് പറഞ്ഞു, രണ്ടാമത്തെ റൂൾസ് ഉണ്ടായിരുന്നു. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് ലോഡെങ്കിൽ അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വിൽ ബി എൻ ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ. ആ റീജിയനിൽ ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും വരും. ഓക്കെ, ഇനി എഫ് എന്ന് പറഞ്ഞ പോയിന്റ് എന്താണ്? അവിടെ ഒരു പോയിന്റ് ലോഡ് ആണ്. പോയിന്റ് ലോഡ് ആണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വിൽ ബി എ ഡബ്ബ, അല്ലെങ്കിൽ ഒരു ബോക്സ് ഷേപ്പ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് ഇതുപോലെ. റൈറ്റ്. ഇനി യൂണിഫോംലി വാരിങ് ലോഡ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു അതൊരു സെക്കൻഡ് ഡിഗ്രി കർവ് ആയിരിക്കും, അല്ലെ? ഇവിടെയാണ് ഒരു അപകടം വരുന്നത്. എന്താ വെച്ചാൽ സെക്കൻഡ് ഡിഗ്രി കർവ് എനിക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ പ്ലോട്ട് ചെയ്യാം. എങ്ങനെ വെച്ചാൽ എനിക്കിതിനെ ഇങ്ങനെയും പ്ലോട്ട് ചെയ്യാം. എനിക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ഓപ്ഷൻ, ഇത് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, ബാക്കി ഇതിലേക്ക് പോവാം. ഇനി അത് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്താൽ പിന്നെ ഇവിടെ തൊട്ട് ഇവിടെ വരെ വേറെ ലോഡൊന്നുമില്ല, അത് കോൺസ്റ്റന്റ് ലോഡാണ്. അതിനുശേഷം ഇവിടെ ഒരു കോൺസ്റ്റന്റ് ലോഡ് വന്നു, ഇൻക്രീസ് ആയി, ആൻഡ് ദെൻ ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി ഇവിടെ ആകെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു റീജിയൻ ഇതാണ്. യൂണിഫോംലി വാരിയിങ് ലോഡ് വരുമ്പോൾ ഇവിടെ എങ്ങനെ ഞാൻ ഈ കർവിനെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മുടെ തേർഡ് റൂൾ ആവശ്യം വരുന്നത്. തേർഡ് റൂള് പറയുന്നത് എന്തായിരുന്നു? തേർഡ് റൂള് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ യുവർ സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ലോഡിംഗ് എന്ന് പറയുന്നത്.
റേറ്റ് ഓഫ് ലോഡിംഗ് ആണ്. ഇത് സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് റേറ്റ് ഓഫ് ലോഡിങ്ങിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ഇവിടെ അപ്ലിക്കബിൾ ആവുക നോക്കാം. ഇനി ഈ പോയിന്റ് ഇ നമുക്ക് ഡി ഇ എന്ന് പറഞ്ഞ ഈ ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഡി എന്നുള്ള പോയിന്റിൽ ലോഡിംഗ് ഓൾമോസ്റ്റ് സീറോ ആണ് അല്ലെ. ഡി എന്നുള്ള പർട്ടിക്കുലർ പോയിന്റിൽ ലോഡിംഗ് സീറോ ആണ് യൂണിഫോംലി വാരിയിങ് ലോഡ് എടുക്കുമ്പോൾ അല്ലെ. ഇ എന്ന് പറഞ്ഞ പോയിന്റിലാണ് മാക്സിമം ലോഡ് വരുന്നത് അല്ലെ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ലോഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോയിന്റ് ഇ ആണ്. സോ അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ലോഡിംഗ് ഡബ്ല്യു അറ്റ് ദ പോയിന്റ് ഇ എന്ന് പറയുന്നത് മാക്സിമം ആണ് അല്ലെ. അറ്റ് ദ പോയിന്റ് ഇയിലെ ലോഡിംഗ് ഈസ് മാക്സിമം. അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കണം? ആസ് പെർ ദിസ് റൂൾ സ്ലോപ്പ് df by dx at the point E should be maximum. Okay, slope at the point E should be maximum. Okay, എനിക്ക് ഈ ഒരു പോയിന്റിൽ രണ്ട് തരത്തിൽ സ്ലോപ്പ് വരക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഗ്രീൻ വരച്ചതാണ് എനിക്ക് ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്. ഓക്കെ, ഗ്രീൻ ആണ് എൻ്റെ കേസ് എങ്കിൽ എനിക്ക് ഇവിടെ വരുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതിന് വരക്കുന്ന ടാൻജന്റ് ആണ് അല്ലെ. ഇവിടെ വരക്കുന്ന ടാൻജന്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ടാൻജന്റ് ഇതുപോലെ പാസ് ചെയ്യും. നേരെ മറിച്ച് ഞാൻ 1 എന്നുള്ള അല്ലെങ്കിൽ റെഡ് ലൈൻ ആണ് എടുക്കുന്നെങ്കിൽ ഇവിടെ ഞാൻ ടാൻജന്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ആക്സിസ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇത് രണ്ടും ഇതിന്റെ സ്ലോപ്പ് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കേസ് എടുക്കാം. ഓക്കെ, ഫസ്റ്റ് കേസിലെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കർവായിട്ട് ഇത് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ്, ഈ തീറ്റയാണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഈ എൻ പോയിന്റിൽ ഇത് കോയിൻസൈഡിങ് ആണ്. സോ ഈ ഒരു പോയിന്റ് തീറ്റ വാല്യൂ 0 ആണ് അല്ലെ, ഫോർ ദ ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസിൽ എന്താ, ഇവിടെ ഒരു ഫൈനൈറ്റ് തീറ്റ ഉണ്ട് അല്ലെ. ഇത് ഇവിടെ ടാൻജന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് എക്സ് ആക്സിസ് ആയിട്ട് ഒരു ഫൈനൈറ്റ് തീറ്റ ഉണ്ട്. സോ ഇവിടെ നമുക്കൊരു മാക്സിമം തീറ്റ വാല്യൂ കിട്ടും. ഓക്കെ, സോ ഇങ്ങനെ നോക്കിയാൽ നമ്മളിവിടെ എന്താ പറഞ്ഞത്, പോയിന്റ് ഇയിലെ ഇ എന്ന് പറഞ്ഞ പോയിന്റിലെ സ്ലോപ്പ് ലോഡിംഗ് മാക്സിമം ആണ്. ലോഡിംഗ് മാക്സിമം ആയതുകൊണ്ട് തന്നെ ഇ എന്ന് പറഞ്ഞ പോയിന്റിലെ സ്ലോപ്പും മാക്സിമം ആയിരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ യുവർ ഗ്രീൻ ലൈൻ ഈസ് ദ ഒറിജിനൽ ലൈൻ അല്ലെ. കാരണം ഇവിടെ നോക്കിയാൽ ഇ എന്ന് പറയുന്ന പോയിന്റിൽ യുവർ സ്ലോപ്പ് ഈസ് മാക്സിമം. ഓക്കെ, സ്ലോപ്പ് മാക്സിമം ആണ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കാം. അറ്റ് ദ പോയിന്റ് ഡി ഇവിടെ റേറ്റ് ഓഫ് ലോഡിംഗ് മിനിമം ആണ് അല്ലെ. അറ്റ് ദ പോയിന്റ് ഡി യുവർ റേറ്റ് ഓഫ് ലോഡിംഗ് ഈസ് മിനിമം, ഓൾമോസ്റ്റ് 0 ആണ് അല്ലെ. എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ സ്ലോപ്പ് വരക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഒരു സ്ലോപ്പ് വരച്ചാൽ യുവർ ടാൻജന്റ് ഈസ് പാരലൽ ടു എക്സ് ആക്സിസ്. ദാറ്റ് മീൻസ് യുവർ സ്ലോപ്പ് തീറ്റ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ലോഡ് മിനിമം ആവുന്ന സ്ഥലത്ത് ഇത്രയും ആലോചിക്കണ്ടു. റേറ്റ് ഓഫ് ലോഡിംഗ് എവിടെയാണോ മിനിമം ആയിരിക്കുന്നത് ആ പോയിന്റിലെ സ്ലോപ്പ് മിനിമം ആയിരിക്കണം. എവിടെയാണോ റേറ്റ് ഓഫ് ലോഡിംഗ് മാക്സിമം ആയിരിക്കുന്നത് ആ പോയിന്റിലെ സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരേ ഒരു കണ്ടീഷൻ ഇതാണ്. ദിസ് ഈസ് യുവർ കർവ്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. റൈറ്റ്, അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. ഇതാണ് നമ്മുടെ റിക്വയർഡ് കർവ്. ഓക്കെ, ഇതാണ് ഇവിടെ കിട്ടുന്നതാണ് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇതാണ് നമ്മുടെ റിക്വയർഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, നോക്കി ഇതാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ കാര്യങ്ങൾ വരുന്നത്. നമുക്ക് ഇതിന്റെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവാം. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വരുമ്പോൾ അൺലൈക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിൽ നമുക്ക് സെക്ഷൻ ബൈ സെക്ഷൻ ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, പോയിന്റ് ബൈ പോയിന്റ് എടുത്താൽ മതി. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ പോയിന്റ് ബി, നമുക്ക് എൻ പോയിന്റ് തുടങ്ങാം അറ്റ് ദ പോയിന്റ് ബി. ഓക്കെ, സോ അതിനു മുമ്പ് ഇതിന്റെ സൈൻ കൺവെൻഷൻ ആണ്, എപ്പോഴും കാന്റിലിവർ ബീം ബെൻഡ് ആവുന്ന ഇതുപോലെ ആയിരിക്കും. ലോഡ് വെർട്ടിക്കൽ ആണെങ്കിൽ ഡൗൺവേർഡ്സ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ബെൻഡ് ആവുക. സോ ഓൾവേസ് ഇറ്റ് ഈസ് ഫോഗിങ്, അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, സോ നെഗറ്റീവ് കൊടുക്കാം. സോ അറ്റ് ദ പോയിന്റ് ബി, ഒരു കാര്യം കൂടെ ഉണ്ട്, എപ്പോഴും കാന്റിലിവർ ബീമിന്റെ എൻ പോയിന്റിൽ യുവർ ബെൻഡിങ് മൊമെന്റ് വിൽ ബി ഈക്വൽ ടു 0. കാരണം ഇവിടെ ഒരു ലോഡ് ഇപ്പൊ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അറ്റ് ദ പോയിന്റ് ബി അവിടെ ഒരു ഡിസ്റ്റൻസ് ഇല്ല. ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് തന്നെ അറ്റ് ദ പോയിന്റ് ബി യുവർ ബെൻഡിങ് മൊമെന്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, സോ ഇത് ചെയ്യണമെങ്കിൽ ഏറ്റവും നമുക്ക് അടുത്ത പോയിന്റിലൂടെ ഞാൻ പറയാം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ പോയിന്റ് എഫ് എടുക്കാം, അറ്റ് ദ പോയിന്റ് എഫ്. ഓക്കെ, സോ ഇവിടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതാണോ റിക്വയർഡ് പോയിന്റ് ഇതാണ് ഞാൻ ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നത് അല്ലെ. സോ ലെറ്റ് മീ ഡ്രോ ആൻ ആക്സിസ്. ഓക്കെ, ഇവിടെ ഒരു ആക്സിസ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഈ ബാക്കിയുള്ള റീജിയൻ എല്ലാം അങ്ങ് മറന്നേക്കാം. ഓക്കെ, കാരണം ഈ ഒരു സെക്ഷൻ, ഈ എഫ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷൻ മാത്രമാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ
റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ലോഡുകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ലെഫ്റ്റ് സൈഡിലുള്ള ലോഡുകളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഏറ്റവും സിമ്പിൾ ആണ്. ഒരു എക്സാം ഹോളിലാണെങ്കിൽ ഒരു പേപ്പർ വെച്ച് എൻ്റെ കൈ വെച്ചിട്ട് ഇത്രയും പോർഷൻ അങ്ങ് ഒന്ന് മറച്ച് വെച്ചേക്കുക. ഓക്കെ, ഇത്രയും പോർഷൻ നമുക്ക് ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു പോർഷൻ മാത്രം മതി, കാരണം വി ആർ കൺസിഡറിംഗ് ദ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ പോയിന്റ് എഫ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ എഫിലെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അല്ലെ? സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഫോഴ്സ് എന്താ, ഇവിടെ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഉണ്ട്, അല്ലെ? സോ 2 into 3 will give the load, total load. ആൻഡ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ലോഡ് എങ്കിൽ അതിന്റെ അതിന്റെ മൊത്തം ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിന്റെ സെന്റർ ഓഫ് മാസിലാണ്. അത് ഇവിടെയാണ്, എക്സാക്ട് സെന്ററിലാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3/1.5. ഓക്കെ, പ്ലസ് കഴിയുന്നില്ല, എന്തുണ്ട്, ഒരു 10 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് കൂടി ഉണ്ട് അവിടെ, അല്ലെ? 10 into, പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ 10 എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത് എവിടെയാണ്, എഫിലൂടെ തന്നെയാണ്, അല്ലെ? എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അവിടെ 0 ആണ്. ഓക്കെ, സോ യു ക്യാൻ നെഗ്ലെക്ട് ദിസ് വാല്യൂ. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 into 3, 6 into 3/2 ആണ് ശരിക്കും, 1.5, അല്ലെ? 1.5, 3/2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we will get it as 9 kilonewton meter എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് സെക്കൻഡ് പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വാല്യൂ. ഓക്കെ, let me remove this. ഓക്കെ, നൗ ഇനി നമുക്ക് അടുത്ത പോയിന്റ് എടുക്കാം. സോ യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ പോയിന്റ് ഇ. ഓക്കെ, സോ ഇ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുമ്പോൾ എന്ത് മതി, ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇ ആണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന സെക്ഷൻ. ഓക്കെ, ഇ എന്ന് പറഞ്ഞതാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന സെക്ഷൻ. സോ റിമൈനിങ് ഐറ്റംസ് എല്ലാം തന്നെ യു ക്യാൻ നെഗ്ലെക്ട് ഇറ്റ്. ഓക്കെ, സോ ഇതിന്റെ റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് മാത്രം ഇനി കൺസിഡർ ചെയ്താൽ മതി. സോ യുവർ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ആക്ട് ചെയ്യുന്ന ലോഡുകൾ നോക്കുക. ഇവിടെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട് 10 കിലോ ന്യൂട്ടൺ, അതിനെ കൊണ്ടൊരു മൊമെന്റ് ഉണ്ടാവും. പിന്നെന്താ, ഒരു 2 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്, അതിനെ കൊണ്ടും അവിടെ ഒരു മൊമെന്റ് ഉണ്ടാവും. ഓക്കെ, നമുക്ക് എക്സാക്ട് ആയിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യം യു ഡി എല്ലിൽ തുടങ്ങാം. ഓക്കെ, സോ യു ഡി എല്ലിന്റെ കേസിൽ ഓക്കെ, ടോട്ടൽ ലോഡ്, അല്ലെ? സോ ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഇറ്റ് ഈസ് 2 into 3 ആണ് ഇവിടുത്തെ ടോട്ടൽ ലോഡ് ഇൻടു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അല്ലെ? സോ ഇന്ന് സെന്റർ ഓഫ് മാസ് ഇവിടെയാണ്, സെന്റർ ഓഫ് മാസ് എന്ന് ഈ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെ? സോ ഇവിടെ തൊട്ട് ഇവിടെ വരുന്ന ഡിസ്റ്റൻസ്, അപ്പൊ ഇതുവരെ 1.5 ആയിരുന്നു, പ്ലസ് ഒരു 1 മീറ്റർ കൂടെ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 മീറ്റർ total load. So 2 into 3 into 2.5 is the total load. Sorry, total bending moment, right? Plus എന്ത് വരും, 10. ഇവിടെ ഒരു പോയിന്റ് ലോഡ് ഉണ്ട്, 10 into the perpendicular distance which is 1. ഓക്കെ, എല്ലാം ഒരേ ഡയറക്ഷനിലാണ്, ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് തന്നെ യു ക്യാൻ ആഡ് ബോത്ത് വാല്യൂസ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 6 into 2.5 is 15 plus 10, 25 kilo Newton meter. Okay, so that is the bending moment at the point E. Now, അടുത്ത പോയിന്റിലേക്ക് വരാം. അതിനു മുമ്പ് റിവൈസ് ചെയ്യട്ടെ. ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് എടുക്കാം. Okay, so which is your bending moment at the point D. Okay, so bending moment at the point D എടുക്കാം. Okay, again, അപ്പോൾ D എന്നുള്ള ആക്സിസ് കൺസിഡർ ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം മറന്നേക്കാം, അതിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള കാര്യങ്ങളെല്ലാം മറന്നേക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ടോട്ടൽ ലോഡ്. ഇവിടെ ഇതിപ്പോ ഈ ഒരു കേസ് എടുക്കുന്ന സമയത്ത് യു ഡി എൽ കൺസിഡർ ചെയ്യണം, പോയിന്റ് ലോഡ് കൺസിഡർ ചെയ്യണം, യു വി എല്ലും കൺസിഡർ ചെയ്യണം. നമുക്ക് യു ഡി എല്ലിൽ തുടങ്ങാം. അഗൈൻ ടോട്ടൽ ലോഡ് ഇസ് 2 into 3 into the perpendicular distance, അല്ലെ? perpendicular distance is 3 plus, so ഇവിടെ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്, സെന്റർ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, 3 plus 1 4 plus 1.5
which is 5.5 plus point load അല്ലെ ഇതാണ് point load into the perpendicular distance. Okay, എത്രയായിരുന്നു 3 plus 1 which is 4. Okay, so that is equal to 10 into 4 plus ഇനി എന്ത് വേണം UVL കൊണ്ടുണ്ടാകുന്ന എഫക്റ്റും കൂടെ കാണണം അല്ലെ ഇതാണ് UVL total load of UVL അതിന്റെ area of the triangle ആണ് half into 3 into 3 is the total load into perpendicular distance എടുക്കണം അല്ലെ സോ ഇതിന്റെ perpendicular distance എടുക്കുമ്പോൾ ഇവിടെ നോക്കാം ഇതിന്റെ സെൻട്രോയിഡ് ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടാവാം ഓക്കെ സോ ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഇസ് ആക്ച്വലി 2/3 ഓഫ് the length. Okay, 2/3 of the length of the UVL, 2/3 of 3, which is 2/3 of 3. Okay, so solve it over. So that is equal to 2 into 3, 6 into 5.5, right? 3, 6 into 5.5, 33 plus 40 plus 4.5 into directly ചെയ്യാം 2 into 2 പോയി 3 3 പോയി 3 into 3 value is 9. Okay, so total value 49 73 plus 82 kilonewton meter is the value. Okay, bending moment at the point D. Okay, so let me erase the remaining portion. ഇതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൂടെ കണ്ടിന്യൂ ചെയ്യാം okay so next step is the point C. Okay, so bending moment at the point C, right? So bending moment at C എടുക്കുന്ന സമയത്ത് ഇതാണ് എടുക്കേണ്ട സെക്ഷൻ അതിന്റെ റൈറ്റ് സൈഡിലുള്ള എല്ലാ ലോഡും മാത്രം കൺസിഡർ ചെയ്യാം അപ്പോൾ നോക്കുമ്പോൾ എന്തൊക്കെ വരും നമുക്ക് UDL തുടങ്ങാം so UDL total load is 2 into 3 is 6 into perpendicular distance അവിടെ ഈ സെന്റർ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം ഓക്കെ നോക്കിയാൽ 1 plus 3 4 plus 1 5 plus 1.5 6.5 6 into 6.5 plus 10 into അടുത്ത പോയിന്റ് ലോഡ് ആണ് into this distance എത്രയാ 3 plus 1 4 plus 1 5 right plus ഇനി UDL ന്റെ ടോട്ടൽ ലോഡ് ആണ് half into 3 into 3 right 3 into 3 is the total load into perpendicular distance എവിടെ നിന്ന് എടുക്കണം ഈ ഒരു പോയിന്റ് നിന്ന് C വരെയുള്ള ഡിസ്റ്റൻസ് ആണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇവിടെ 1 ആണ് 1 plus 2 by 2/3 of 3 which is 2 അല്ലേ so 1 plus 2 which is 3 okay so ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 39 plus 50 plus 3 വരും 3 into 3 9 into 3 27/2 13.5 okay so solve ചെയ്ത് കഴിഞ്ഞാൽ 80 102.5 kilonewton meter is the load. Okay, bending moment at C. Now finally you can find out the bending moment at the point A. Okay, using the same concept. So in last point കാണുമ്പോൾ okay ഏറ്റവും ലാസ്റ്റ് പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന സമയത്ത് എന്ത് മതി ഡയറക്റ്റ് ആയിട്ട് എടുക്കാം സോ ബെൻഡിങ് മൊമെന്റ് A is equal to ഇനി എല്ലാ ലോഡും കൺസിഡർ ചെയ്യണം കാരണം എല്ലാം അതിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത് ഞാൻ കൺസിഡർ ചെയ്യുന്നത് A എന്ന് പറഞ്ഞ എന്താണ് ഇതിന്റെ ഈ ഒരു സെൻട്രൽ ഡിസ്റ്റൻസ് ഓക്കെ അതേപോലെ ഇവിടെ നിന്നുണ്ട് ഇതുവരെയുള്ള ലോഡ് അഗൈൻ ഇവിടെ തൊട്ട് ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഓക്കെ സോ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് UDL എന്ന് തുടങ്ങാം സോ ടോട്ടൽ ലോഡ് ഈസ് 6 into the perpendicular distance 2 plus 3 5 plus 1 6 7.5 okay so 7.5 plus 10 into perpendicular distance is 6 plus total UDL load is 4.5 1 by 2 into 3 into 3 is the total load into the perpendicular distance 1 plus 1 2 2 plus 2/3 of 3 ആണ് which is 2 4 okay into perpendicular distance is 4 plus your last one is point load 10 into
distance is 1. Okay, so solving 45 plus 60 plus 2 into 18 plus 10 എന്ന് കിട്ടും. So that is equal to 105 15 25 128 kilonewton meter whatever. Okay, so ഇതായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന values. Okay, so again as per the sign convention എല്ലാ valuesഉം നെഗറ്റീവ് ആയിരിക്കും. Right, as per the sign convention each and every value is negative. Okay, so നമുക്കിനി ഇതിന്റെ points ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. So bending moment at B is 0, bending moment at F, okay, it is 9 kilonewton meter. Again bending moment at E is 25, bending moment at D is 82, that is 82. Bending moment at C is 102 and the last value is 128. Okay, ഇത്രയാണ് values. ഇനി ഇതിനെ എങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് റൂളിൽ പറഞ്ഞിട്ടുണ്ട് ഇഫ് എന്താണ് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇഫ് ഇറ്റ് ഇസ് ആൻ ഇൻക്ലൈൻ സ്ട്രേറ്റ് ലൈൻ UDL ഇൻക്ലൈൻ സ്ട്രേറ്റ്, അപ്പോൾ UDL ആണ് ലോഡിംഗ് എങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇൻക്ലൈൻ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അതേ സമയത്ത് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു സെക്കൻഡ് ഡിഗ്രി കർവ് ആയിരിക്കും അല്ലേ. പക്ഷെ ഇവിടെ വരുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് സെക്കൻഡ് ഡിഗ്രി കർവ് നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിൽ വരക്കാം. ഒന്നിക്കൽ എനിക്കിത് ഇങ്ങനെ വരക്കാം, ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് ഇങ്ങനെ വരക്കാം, ഇതുപോലെ വരക്കാം. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ തേർഡ് റൂളിലെ രണ്ടാമത്തെ കണ്ടീഷനാണ്. അതിൽ പറയുന്നത് എങ്ങനെയാണ്, സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ്. ഓക്കെ, അപ്പൊ നോക്കാം. സോ ഷിയർ ഫോഴ്സ് അറ്റ് ദ പോയിന്റ് ബി, ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് അറ്റ് ദ പോയിന്റ് നമുക്ക് ബി കൺസിഡർ ചെയ്യാം. ബി ഈസ് മിനിമം അല്ലെ, 0 ആണ് അറ്റ് ദ പോയിന്റ്. എന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ പോയിന്റ് ബി ഷുഡ് ഓൾസോ ബി മിനിമം. സോറി, സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് ബി ഷുഡ് ഓൾസോ ബി മിനിമം അല്ലെ. ഷിയർ ഫോഴ്സ് അറ്റ് ദ പോയിന്റ് ബി എന്ന് പറഞ്ഞാൽ മിനിമം ആണ്. അതുകൊണ്ട് തന്നെ സ്ലോപ്പ് ഓഫ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം അറ്റ് ദ പോയിന്റ് ബി മിനിമം ആയിരിക്കണം അല്ലെ. മിനിമം ആവുന്ന എങ്ങനെയാ, ഞാൻ അവിടെ നിന്ന് വരയ്ക്കുന്ന ടാൻജന്റ് പാരലൽ ടു ദ ബേസ് ആയിരിക്കണം, അല്ലെങ്കിൽ പാരലൽ ടു ദ ആക്സിസ് ആയിരിക്കണം അല്ലെ. and that is best suited for this blue line അല്ലെ. ബ്ലൂ ലൈനിന്റെ കേസിൽ കറക്റ്റ് അപ്ലിക്കബിൾ ആണ്. നമുക്ക് നോക്കാം, അടുത്ത പോയിന്റ് നോക്കാം. എഫ് എന്നുള്ള പോയിന്റിലാണ് ഷിയർ ഫോഴ്സ് മാക്സിമം വരുന്നത് അല്ലെ. ഷിയർ ഫോഴ്സ് മാക്സിമം വരുമ്പോൾ എന്തായിരിക്കണം, സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. ഓക്കെ, ഞാൻ ഇവിടുന്ന് തന്നെ ടാൻജന്റ് വരക്കുകയാണെങ്കിൽ യെസ്, എനിക്കൊരു ഫൈനൈറ്റ് സ്ലോപ്പ് ഉണ്ട്, മാക്സിമം സ്ലോപ്പ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ബ്ലൂ ലൈൻ ഈസ് യുവർ ലൈൻ ആൻഡ് യു കൻ ഇറേസ് ദ റെഡ് ഡോട്ടഡ് ലൈൻസ്. ഓക്കെ, ഇനി F2E, ഓക്കെ, എഫ് തൊട്ട് ഇ വരെ നമുക്ക് ഇവിടെ നോക്കാം. യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇസ് എ കോൺസ്റ്റന്റ് അല്ലെ, ഒരു ഡബ്ബ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഒരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ് ലൈൻ ആണ്. ഓക്കെ, ഇനി വീണ്ടും പ്രശ്നം വന്നു. എന്താ വെച്ചാൽ ഇവിടെ യൂണിഫോംലി വാരിയിങ് ലോഡാണ്, ഇത് സെക്കൻഡ് ഡിഗ്രി കർവ് ആണ്. അങ്ങനെ ആകുമ്പോൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഒരു തേർഡ് ഡിഗ്രി കർവ് ആയിരിക്കണം അല്ലെ. സോ തേർഡ് ഡിഗ്രി കർവ് ആയിരിക്കണം. 1 സെക്കൻഡ്. സോ അങ്ങനെ ഒരു തേർഡ് ഡിഗ്രി കർവ് വരണമെങ്കിൽ, ഒരു തേർഡ് ഡിഗ്രി കർവ് നമുക്ക് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്കത് എങ്ങനെ പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യം. ഓക്കെ, സോ തേർഡ് ഡിഗ്രി കർവ് നമുക്ക് കർവായിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ മതി. ഇനി ഇവിടെ സെയിം കണ്ടീഷൻ നോക്കിയാൽ മതി. എന്താ, അറ്റ് ദ പോയിന്റ് ഇ ആൻഡ് ഡി എന്നുള്ള രണ്ട് പോയിന്റ്സ് നോക്കാം. അറ്റ് ദ പോയിന്റ് ഇ യുവർ ഷിയർ ഫോഴ്സ് ഈസ് മിനിമം അല്ലെ, കമ്പയർഡ് ടു ഡി ഷിയർ ഫോഴ്സ് ഈസ് മിനിമം ഫോർ ദ പോയിന്റ് ഇ അല്ലെ. അങ്ങനെ ആകുമ്പോൾ എന്താ, സ്ലോപ്പ് അറ്റ് ദ പോയിന്റ് ഇ മിനിമം ആയിരിക്കണം. ഷിയർ ഫോഴ്സ് ഇവിടെ മിനിമം ആണെങ്കിൽ സ്ലോപ്പ് അവിടെ മിനിമം ആയിരിക്കണം. സ്ലോപ്പ് മിനിമം ആണെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എക്സ് ആക്സിസിന് പാരലൽ അല്ലെങ്കിൽ ആക്സിസിന് പാരലൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മുടെ കർവ് ഇതുപോലെ ആയിരിക്കും. ഇനി ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഡി എന്നുള്ള പോയിന്റ് എന്താണ്, പിന്നെ ഷിയർ ഫോഴ്സ് വാല്യൂ മാക്സിമം ആണ്. അപ്പോൾ സ്ലോപ്പ് ഇവിടെ മാക്സിമം ആണ്. ഓക്കെ, അഗൈൻ ഇവിടം തൊട്ട് ഇവിടം വരെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇറ്റ്സ് ആൻ ഇൻക്ലൈൻ സ്ട്രേറ്റ് ലൈൻ. അഗൈൻ ലാസ്റ്റ് പോയിന്റിലും കോൺസ്റ്റന്റ് ലോഡാണ്, ഇൻക്ലൈൻ സ്ട്രേറ്റ് ലൈൻ. സോ ദിസ് ഈസ് യുവർ bending moment. Okay, so that's it for once
സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ ഒരു സിംഗിൾ പേജിൽ ഷീർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൂവ്മെന്റ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യാം. അതാണ് ഒരു വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂല് ദാറ്റ് വിൽ ഹെൽപ്പ് യു. ഓക്കെ, സോ താങ്ക് യു. ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് വ്യൂവിൽ ഇതേപോലെ എല്ലാ കണ്ടീഷൻസും ഒരു പ്രോബ്ലം കൂടെ നമുക്ക് സോൾവ് ചെയ്യാം.